എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ബാലചന്ദ്രൻ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലാണ്. യാത്രയിൽ ഒരിടത്ത് വഴിയിൽ കണ്ട ബാറിൽ ബാലചന്ദ്രൻ കയറുന്നു. അവിടെയുണ്ടായിരുന്ന വെയിറ്ററോട് 2 ഡബിൾ ലാർജ് കോക്ടെയിൽ ഓർഡർ ചെയ്യുന്നു. ഈ സമയം ബാലൻ്റെ മനസ്സ് മുഴുവൻ കുറച്ചു മുമ്പ് ഗംഗാധരനോടും അതേപോലെ മാലതിയോടും സംസാരിച്ച കാര്യങ്ങളെല്ലാമാണ്. അവരുടെ സംഭാഷണത്തിനിടയിൽ ഗംഗേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ബാലനെ അലട്ടുന്നത്. തങ്ങൾ അറിഞ്ഞുകൊണ്ട് യാതൊന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് ഗംഗേട്ടൻ പറയുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തി പ്രസവിച്ചു എന്നുള്ള കാര്യം അറിയാമായിരുന്നല്ലോ, അപ്പോൾ അത് മറച്ചു വെച്ചിട്ടാണല്ലേ ഞാനുമായുള്ള വിവാഹം നടത്തിയത്? ഇതാലോചിച്ച ശേഷം ബാലൻ സ്ഥലകാലബോധം നഷ്ടമായ വിധത്തിൽ ഉച്ചത്തിൽ യു ബ്ലഡി ചീറ്റെന്ന് പറഞ്ഞ് ബാറിലെ മേശയിൽ ആഞ്ഞടിക്കുന്നു. പെട്ടെന്നുണ്ടായ ഈ ശബ്ദം കേട്ട് ബാറിലെ ആളുകളെല്ലാം ഓടിക്കൊടുക്കുകയാണ്. അവിടേക്ക് വന്ന വെയിറ്റർ സർ വാട്ട് ഹാപ്പൻഡ് എന്ന് അദ്ദേഹത്തോടായി ചോദിക്കുന്നു. മറുപടിയായി ബാലൻ നത്തിങ്, ഐ വോണ്ട് 1 more എന്ന് പറഞ്ഞ് ഒരു കോക്ടെയിലിന് കൂടി ഓർഡർ ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് മദ്യപിച്ച ശേഷം ബാലൻ വീണ്ടും യാത്ര തുടരുകയാണ്. കാറിലുള്ള യാത്രാമധ്യേ തന്നെ അയാൾ ഗോവർദ്ധനെ വിളിക്കുന്നു. ഫോൺ എടുത്തയുടൻ തന്നെ അയാൾ, അയ്യോ ബാലേട്ടൻ ഇതെവിടെയാ? 2 ദിവസമായിട്ട് ഇതിപ്പോൾ എത്ര പേരാ വിളിച്ച് തിരക്കുന്നേ? മറുപടിയായി ബാലൻ, ആരെങ്കിലുമൊക്കെ വിളിച്ച് ചാവട്ര എന്ന് പറയുന്നു. അല്ല, നീ എന്നെ വിളിച്ചിരുന്നോ എന്ന് ഗോവർദ്ധനോടായി ചോദിക്കുന്നുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിരുന്നു സാറിനെ, എന്തുപറ്റി കോൾ എടുക്കാഞ്ഞത്? ഫോണിൻ്റെ ചാർജ് തീർന്നു പോയോ? ഇത് കേട്ട് മറുപടിയായി ബാലൻ, എടാ അങ്ങനെ ചാർജ് തീരുവാണെങ്കിൽ കാറിൽ ചാർജറില്ലേ? അത് ശരിയാണല്ലോ എന്ന് ഗോവർദ്ധൻ. അല്ലപ്പോൾ ബാലേട്ടൻ ഇത് എങ്ങോട്ട് പോയതാണെന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്ന് കോയമ്പത്തൂർ വരെ പോയതാണെന്നാണ് മറുപടി. എല്ലാവരും വളരെ പേടിച്ചു പോയെന്ന് അയാളുടെ മാനേജർ പറയുമ്പോൾ, കോയമ്പത്തൂർ വരെ ഒന്ന് പോകാൻ ഞാൻ ആരുടെയൊക്കെ അനുവാദം വേണമെന്നാണ് ബാലൻ്റെ ചോദ്യം. അയ്യോ അങ്ങനല്ല ബാലേട്ട, ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മതിയായിരുന്നു. ഇത് ഞങ്ങളെല്ലാവരും ഒരുപാട് ടെൻഷൻ അടിച്ചു. ഇതൊക്കെ വെറും കാപട്യമാണെന്നും ആർക്കും തന്നെ യാതൊരുവിധ വിഷമങ്ങളും ഇല്ലെന്ന് ബാലൻ പറയുന്നു. അല്ല, താൻ ഇതെല്ലാം ഉറങ്ങിയില്ലെന്ന് ബാലൻ ചോദിക്കുന്നു. താൻ മാത്രമല്ല, തൻ്റെ ഭാര്യ, അതായത് എൻ്റെ പെങ്ങള്. കണ്ടില്ലേ, നിങ്ങൾ 2 പേരും ഉറങ്ങി. എന്നെ കാണാതിരുന്നിട്ട് ഇന്നലെ ആരെങ്കിലും ഉറങ്ങാതിരുന്നോ? ഇല്ലല്ലോ. ഇത് കേട്ട് നിന്ന ഗോവർദ്ധൻ, വൈചേച്ചി ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇത് കേട്ട പാടെ ബാലചന്ദ്രൻ അട്ടഹാസിച്ച് ചിരിക്കുകയാണ്. ബാലൻ ഗോവർദ്ധനോടായി, എടാ ഞാൻ ചിരിക്കാനുള്ള മൂഡിലൊന്നും അല്ലായിരുന്നു, എന്നിട്ട് നീ എന്നെ ചിരിപ്പിച്ച് കളഞ്ഞല്ലോ. ബാലേട്ട ഇത് അങ്ങനല്ല, കാര്യം കുറച്ച് സീരിയസ് ആണെന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. എടാ ഇതൊക്കെ വെറും വിശ്വാസമാണ് ഗോവർദ്ധ. നമ്മളില്ലെങ്കിൽ ഉറങ്ങത്തില്ല, നമ്മളില്ലെങ്കിൽ ആഹാരം കഴിക്കത്തില്ല, ഇതൊക്കെ വെറും തോന്നലാണ്. നമ്മളില്ലെങ്കിൽ ചിരിക്കത്തില്ല, ഇതെല്ലാം വെറും മൂഢവിശ്വാസങ്ങളാണെന്ന് ബാലൻ പറയുന്നു. നമ്മൾ ചത്ത് കിടക്കുമ്പോൾ നമ്മളെ നെഞ്ചത്ത് കയറിയിരുന്ന് നൃത്തം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാ നമ്മളുടെ ചുറ്റുമുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം നീ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ബാലേട്ടന് ഇതെന്തു പറ്റി? മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഗോവർദ്ധൻ. അതിനൊന്നും മറുപടി പറയാൻ നിൽക്കാതെ, ഞാൻ വിളിച്ച കാര്യം പറയാൻ നിന്നോട്. ഞാനിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ മിക്കവാറും ഞാൻ അവിടെ എത്തിയേക്കും, ചിലപ്പോൾ എത്തിയില്ലാന്നും വരും. എന്നാൽ ശരി, ബായ് എന്ന് പറഞ്ഞ് ബാലൻ കോൾ കട്ട് ചെയ്യുന്നു. ഗോവർദ്ധൻ വീണ്ടും ബാലൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഞാൻ ചേച്ചിയോട് എന്താണ് പറയേണ്ടത്? കേട്ടിയുടൻ തന്നെ ബാലൻ, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇന്നലെ വീട്ടിൽ നിന്ന് പോയ ബാലചന്ദ്രൻ ചത്തുപോയിന്നും ശവം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്നും എന്ന് വേണേലും പറഞ്ഞോ. കേട്ടിയുടൻ തന്നെ ഗോവർദ്ധൻ, ഏട്ടൻ ഇങ്ങനൊന്നും പറയരുത്, ഇതൊക്കെ വളരെ മോശമാണ്. കേട്ടിയുടൻ തന്നെ ബാലൻ, എടാ നിന്നോട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ കാര്യമെല്ലാം പറഞ്ഞില്ലേ? കോയമ്പത്തൂർ പോയി ഇപ്പോൾ തിരിച്ചു വരികയാണ്. സ്പീഡ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ലേറ്റ് ആവുമെന്ന്. ചിലപ്പോൾ ഞാൻ റോഡിൽ കിടക്കും, ചിലപ്പോൾ വഴി കിടക്കും. കൂടുതലൊന്നും നീ എന്നോട് ചോദിക്കണ്ട, കൂടുതലൊന്നും പറയാനുമില്ലെന്ന് പറഞ്ഞ് ബാലൻ കോള് കട്ട് ചെയ്യുന്നു. ഈ സമയം വൈജയാകട്ടെ ആകെ വിഷമിച്ച് ഉറങ്ങാതിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഗോവർദ്ധൻ ബാലൻ്റെ കോൾ വെച്ച ശേഷം ഉടനെ തന്നെ വൈജയെ വിളിക്കുന്നു. ഫോൺ എടുത്തയുടൻ തന്നെ അയാൾ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, അത് പറയാനാണ് വിളിച്ചത്. ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. എപ്പോഴാ, എവിടെ നിന്നാണ് വിളിച്ചതെന്ന് വൈജ ചോദിക്കുന്നു. ബാലേട്ടൻ കോയമ്പത്തൂരിലാണ് പോയിരുന്നതെന്നും. അവിടെയാണോ? അവിടെ എന്തിനു പോയെന്ന് വൈജ. എന്തിനാണ് ആരോടും പറയാതെ പോയത്? അതിനെപ്പറ്റിയൊന്നും എന്നോട് പറഞ്ഞില്ലെന്ന് ഗോവർദ്ധൻ. ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞത്. നീ ചോദിച്ചില്ലേ എന്ന് വൈജ ചോദിക്കുമ്പോൾ, ചോദിച്ചെന്നും, പക്ഷേ അതൊന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് പയ്യെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമാണ് പറഞ്ഞത്. പതിയെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ലേറ്റ് ആകുമെന്നും പറഞ്ഞിരുന്നു. ഇത് കേട്ടിയുടനെ തന്നെ വൈജ, കോയമ്പത്തൂരിൽ നിന്ന് ഇവിടം വരെ എത്താൻ എത്ര മണിക്കൂർ എടുക്കും? മറുപടിയായി ഗോവർദ്ധൻ, ഇടയ്ക്കൊന്ന് നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാണെങ്കിൽ ഒരു 8 മണിക്കൂർ എടുക്കും. ഷോ, അത്രയും നേരം എടുക്കും? ആരോടും പറയാതെ ഇതെന്തിനാ ഇങ്ങനെ ഒളിച്ചു പോയതൊന്നും നീ ചോദിച്ചില്ലേ എന്ന് ദേഷ്യത്തോടെ വൈജ. ഞാനത് ചോദിച്ചെന്നും അപ്പോൾ എന്നോട് ദേഷ്യപ്പെടുകയായിരുന്നുവെന്ന് ഗോവർദ്ധൻ പറയുന്നു. ഞാൻ എവിടെയെങ്കിലും പോയാൽ അവിടെ ഉള്ളവർക്ക് എന്താണെന്നാണ് ബാലൻ പറഞ്ഞത്. ഇത് കേൾക്കുന്ന വൈജ, എന്തായാലും ഇങ്ങോട്ടാണല്ലോ വരുന്നത്, ചോദിക്കാനുള്ളതെല്ലാം ഞാൻ ചോദിച്ചുകൊള്ളാം. കേട്ട് നിന്ന ഗോവർദ്ധൻ, ചേച്ചി വഴക്കിനൊന്നും പോകണ്ട, എന്തായാലും തിരിച്ചു വന്നില്ലേ? അതൊന്നും അല്ല ഗോവർദ്ധ, ഇതെന്തായാലും ഞാൻ ചോദിക്കും. ഇതിപ്പോൾ എത്ര പേരെയാണ് തീ തിരിച്ചത്? ചേച്ചി
ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളും ടെൻഷൻസും ഒക്കെ ഉണ്ടാവും. അല്ലാതെ വെറുതെ ഒരു ദിവസം ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒളിച്ചോടി കണക്ക് ഇങ്ങനെ പോകുമോ? ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വൈജ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ബാലൻ ഇങ്ങനെ പോയത്? ചേച്ചി അതൊക്കെ സമാധാനമായി ചോദിച്ചു മനസ്സിലാക്കുക, അല്ലാതെ ശൂലമെടുത്ത് മുറുകെ പിടിച്ച് നിൽക്കുകയല്ല വേണ്ടതെന്ന് ഗോവർദ്ധൻ പറയുന്നു. അല്ല, നീ എപ്പോഴാണ് ഏട്ടനെ വിളിച്ചതെന്ന് വൈജ ചോദിക്കുന്നു. അത് ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിച്ച് വെച്ചതേ ഉള്ളൂ. എന്നാൽ ശരി, നീ വെച്ചോ എന്ന് പറഞ്ഞു വൈജ കോള് കട്ട് ചെയ്യുന്നു. അവസാനമായി ഗോവർദ്ധൻ, ചേച്ചി സമാധാനമായി ഒന്ന് സംസാരിക്കണേ, ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. അങ്ങനെ വല്ലതും ചെയ്താൽ ബാലേട്ടൻ ന്യൂട്ടൺ എടുത്ത് പോയിന്നിരിക്കും. എന്നാൽ ശരിയെന്ന് വൈജ അനിഷ്ടത്തോടു കൂടി പറയുന്നു. അതിനുശേഷം വൈജ ഫോൺ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ബാലൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വന്ന ഉടൻ തന്നെ കോളിംഗ് ബെൽ അമർത്തുമ്പോൾ അലീനയാണ് ഡോർ തുറന്നു കൊടുക്കുന്നത്. അതേ മുഷിഞ്ഞ രീതിയിലാണ് ബാലൻ്റെ വേഷവിധാനം. എന്നത്തേം പോലെയല്ലായിരുന്നു അലീനയെ കണ്ടപ്പോഴുള്ള പ്രതികരണം. വാതിൽ തുറന്ന് അലീനയെ കണ്ടപാട് തന്നെ ദേഷ്യത്തോടെ അവിടെ നിന്ന് മാറി നിൽക്കാനായി അലീനയോട് ആവശ്യപ്പെടുന്നു. അലീന പെട്ടെന്ന് പേടിച്ച് ഞെട്ടിപ്പോകുന്നു. അതിനുശേഷം ബാലൻ സ്വന്തം റൂമിലേക്ക് പോകുന്നു. ഇപ്പോൾ അവിടേക്ക് അലീന ചായയുമായി വന്നിരിക്കുകയാണ്. അലീനയെ കണ്ടപാടെ ദേഷ്യത്തോടെ തൻ്റെ കയ്യിലിരുന്ന തോക്ക് ബാലൻ നീട്ടുന്നു. അലീനയോടായി ഇപ്പോൾ ബാലൻ ചോദിക്കുന്നു, നിന്നോട് ഞാൻ ചായ ചോദിച്ചോ? വിറച്ചുകൊണ്ട് അലീന മറുപടിയായി, ഇല്ല സർ, സോറി സർ. പെട്ടെന്ന് തന്നെ അലീന പേടിച്ച് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഡ്രോയിങ് റൂമിലെത്തിയ അലീന എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഈ സമയം ബാലൻ തൻ്റെ റൂമിലിരുന്ന വൈജയന്തിയുടെ ഫോട്ടോയ്ക്ക് നേരെ തോക്കുയർത്തുന്നു. വൈജയന്തിയുടെ ഫോട്ടോയ്ക്ക് നേരെ തോക്കുയർത്തുമ്പോൾ ബാലൻ്റെ മനസ്സിൽ വൈജയന്തി നേരിട്ട് നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.